അല്ല, ഞാൻ ഹക്ക് പറഞ്ഞതാ. ഞാൻ തന്നെ ഒന്ന് ഇതൊക്കെ കയറി ഒന്ന് ലെവലായിട്ട് വരാം. ഇപ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, 400ഓളം എംപ്ലോയീസ് ഉണ്ട് എൻ്റെ കയ്യിൽ, നമ്മളെ കമ്പനിയിലും എല്ലാം കൂടി ആയിട്ട്. പക്ഷെ എൻ്റെ കച്ചവടം തന്നെ ഒന്ന് ലെവലായിട്ട് വരുന്നുള്ളൂ. പിന്നെ പല ആളുകൾക്കുള്ള സംശയമുണ്ട്. എന്ത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കച്ചവടം ചെയ്യണം, എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും കച്ചവടം ചെയ്യണം. പൈസ ഉണ്ടാവില്ല. നമുക്ക് അധ്വാനിക്കുക. അപ്പം ചോദിക്കും ലോൺ എടുക്കാതെ ഞാനെങ്ങനെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല ഞാനെങ്ങനെ കച്ചവടം ചെയ്യും? റബ്ബ് തരും. ലോൺ എടുക്കൽ അള്ളാഹിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ ലോൺ എടുക്കുക. കാരണം ഇന്ന് ഞാൻ റബ്ബിനോട് ചോദിച്ചാൽ നാളെ റബ്ബ് എനിക്ക് തരും. റബ്ബ് അതിന് കഴിവുള്ളവനാ. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്, ഫണ്ടിനും കച്ചവടത്തിനും സക്സസിനും. പിന്നെ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ, ഞാൻ ഇടയ്ക്കുള്ള ആൾക്കാർ ഉണ്ടാക്കിയ പൈസ നമ്മളെ കൈകൊണ്ടൊന്നല്ല, ആരെ കൈകൊണ്ടല്ല, നമ്മളെക്കാട്ടും കൂടുതൽ അധ്വാനിച്ച് ബുദ്ധിയുള്ള ആളുകൾക്ക് നമ്മളത്ര പൈസ കിട്ടിയിട്ടില്ല. നമ്മളത്ര അധ്വാനിക്കാതെ അത്ര ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് നമ്മളെക്കാട്ട് എത്രയോ കണക്കിൽ പൈസ ഉള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. റബ്ബിനോട് ചോദിക്കുക, ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. പടച്ചോൻ തരില്ലേ? പടച്ചോൻ്റെ ഖജാന വലുതാ. ഞാൻ വളരെ കൊട്ടി കിടക്കുമ്പോൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാറണ്ടായിട്ട് പോലീസ് പിടിക്കാൻ പറ്റുന്ന സമയത്ത് എൻ്റെ വൈഫിനോട് ചോദിക്കലുണ്ട്. എൻ്റെ വൈഫിൻ്റെ എൻ്റെ ബ്രദറിനോ ഇവിടെ ഉണ്ട്, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞ ഏതായാലും പോയിട്ട് പടച്ചോനോട് ചോദിക്കുക. അൽഹംദുലില്ലാ അള്ളാഹ് കടം വീട്ടി തന്ന്, കടം ഇനി കടമൊന്നും ഇല്ലാതെ മരണം വരെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. നിന്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് കരുതുന്നു അല്ലേ? ഞാനൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ടല്ലോ, ആ ടേം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താൽ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നാണ്. ഞാനൊരു 30 വർഷമായി വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നു. അൽഹംദുലില്ലാ എത്തിക്സ് വിട്ടിട്ട് എൻ്റെ മനസ്സാക്ഷിക്ക് തെറ്റായ രീതിയിൽ ഒരു പ്രവർത്തനവും ഇതുവരെ ചെയ്തിട്ടില്ല. വിജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം.